നമസ്കാരം. നമുക്കിന്ന് ഒരുമിച്ചൊരു യാത്ര പോയാലോ? ഹിന്ദു നിയമത്തിന്റെ വേരുകൾ തേടി ഏകദേശം 6000 വർഷം പിന്നോട്ട് ഒരു യാത്ര. ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു നിയമവ്യവസ്ഥയുടെ കഥയാണിത്. അപ്പോ നമുക്ക് തുടങ്ങാം. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം, അല്ലേ? ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു നിയമസംഹിതയ്ക്ക് എങ്ങനെയാണ് ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ പ്രസക്തിയുണ്ടാവുന്നത്? കാലത്തെ അതിജീവിച്ച് ഈ നിയമവ്യവസ്ഥയുടെ രഹസ്യം എന്തായിരിക്കും? നമുക്കതൊന്ന് കണ്ടെത്തി നോക്കാം. ഈ യാത്രയിൽ നമ്മൾ 5 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ദൈവത്തിന്റെ വാക്കുകളിൽ നിന്ന് തുടങ്ങി ഋഷിമാരുടെ വ്യാഖ്യാനങ്ങളിലൂടെയും സാധാരണക്കാരുടെ ആചാരങ്ങളിലൂടെയും സഞ്ചരിച്ച് ഒടുവിൽ ഇന്നത്തെ ആധുനിക നിയമങ്ങൾ വരെ നമ്മൾ എത്തിച്ചേരും. എല്ലാത്തിന്റെയും തുടക്കം എവിടെയാണോ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഹിന്ദു നിയമത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ, ഏറ്റവും പവിത്രമായ ഉറവിടം. ഇവിടെയാണ് നിയമത്തിനൊരു ദൈവിക മാനം കൈവരുന്നത്. ശ്രുതി എന്ന വാക്കിന്റെ അർത്ഥം കേൾക്കപ്പെട്ടത് എന്നാണ്. അതായത് ഇത് മനുഷ്യർ എഴുതിയുണ്ടാക്കിയ ഒന്നല്ല, മറിച്ച് ഋഷിമാർ ഈശ്വരനിൽ നിന്ന് നേരിട്ടു കേട്ട അറിവുകളാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു നിയമത്തിൽ ഇതിനാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം. ഇതിന് ചോദ്യം ചെയ്യാനേ പറ്റില്ല. ഈ ദൈവീക വെളിപാടുകളെല്ലാം ക്രോഡീകരിച്ചു വച്ചിരിക്കുന്നത് 4 വേദങ്ങളിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇവയാണ് ഹിന്ദു നിയമത്തിന്റെ 4 അടിത്തൂണുകളെ എന്ന് പറയാം. ഓരോ വേദവും ജീവിതത്തിന്റെ ഓരോ ഭാഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഋഗ്വേദത്തിലെ പ്രാർത്ഥനകൾ തൊട്ട് അഥർവവേദത്തിലെ സാധാരണ ജീവിതചര്യകൾ വരെ ഇതിൽ പെടും. ദൈവികമായ വെളിപാടുകൾക്ക് ശേഷം വരുന്ന അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്വാഭാവികമായും മനുഷ്യന്റെ ഇടപെടലാണല്ലേ. ഋഷിമാരും പണ്ഡിതന്മാരും ഈ ദൈവിക വചനങ്ങളെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന നിയമങ്ങളാക്കി മാറ്റിയത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ശ്രുതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ നേരിട്ടുള്ള ശബ്ദമാണെങ്കിൽ, സ്മൃതി എന്നത് ഋഷിമാർ ആ ദൈവിക ജ്ഞാനം ഓർത്തെടുത്ത് തലമുറകൾക്കായി രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് എപ്പോഴും ശ്രുതിക്ക് 1-ാം സ്ഥാനവും സ്മൃതിക്ക് 2-ാം സ്ഥാനവുമാണ് നിയമത്തിൽ കൊടുക്കുന്നത്. ഇതൊന്നോ 1-2 ദിവസം കൊണ്ട് സംഭവിച്ചതല്ല കേട്ടോ. ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട ഒരു പ്രോസസ്സായിരുന്നു ഇത്. ലളിതമായ ധർമ്മസൂത്രങ്ങളിൽ നിന്ന് തുടങ്ങി മനുസ്മൃതി പോലുള്ള വലിയ നിയമഗ്രന്ഥങ്ങളിലൂടെ കടന്ന് മിതാക്ഷര പോലുള്ള ആഴത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരെ ഈ നിയമസംഹിത കാലക്രമേണ വളർന്നുവന്നു. നിയമം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും വലിയ പുസ്തകങ്ങളെയും ഗ്രന്ഥങ്ങളെയും കുറിച്ച് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ചിലപ്പോഴും നിയമങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാവാം. നമ്മുടെയെല്ലാം ജീവിതത്തിന്റെ ഭാഗമായ ആചാരങ്ങൾ എങ്ങനെയാണ് നിയമമായി മാറുന്നതെന്ന് നോക്കാം. എന്താണ് ഈ ആചാരമെന്ന് പറയുന്നത്? എപ്പോഴാണ് തുടങ്ങിയതെന്ന് നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്ത അത്രയും കാലം ഒരു സമൂഹം ഒന്നടങ്കം പിന്തുടർന്നു പോരുന്നൊരു ശീലമാണത്. പതിയെ പതിയെ ആ ഒരു ശീലത്തിന് ഒരു നിയമത്തിന്റെ അതേ പവർ കിട്ടും. പുരാതന നിയമജ്ഞനായ മണു പോലും പറഞ്ഞിട്ടുണ്ട്, ആചാരമാണ് പരമമായ ധർമ്മമെന്ന്. ഈ ഒരു ആശയത്തിന് നിയമപരമായ ഒരു അംഗീകാരം കിട്ടുന്നത് 1868-ലാണ്. ഒരു കേസിൽ പ്രിവി കൗൺസിൽ ഒരു ചരിത്രപരമായ വിധി പറഞ്ഞു. വ്യക്തമായി തെളിയിക്കപ്പെട്ട ഒരു ആചാരത്തിന് എഴുതപ്പെട്ട നിയമത്തേക്കാൾ പ്രാബല്യമുണ്ട്. അതൊരു വലിയ കാര്യമായിരുന്നു. കാരണം ജനങ്ങളുടെ ആചാരത്തിന് ഗ്രന്ഥങ്ങളെക്കാൾ വിലയുണ്ടെന്ന കോടതി അംഗീകരിച്ച നിമിഷമായിരുന്നു അത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, എല്ലാ ആചാരങ്ങളും അങ്ങ് നിയമമായി മാറില്ല. ഒരു ആചാരം കോടതി അംഗീകരിക്കണമെങ്കിൽ അതിന് 5 കടമ്പകൾ കടക്കണം. അത് വളരെ പുരാതനമായിരിക്കണം, വർഷങ്ങളായി ഒരു തടസ്സവുമില്ലാതെ തുടർന്നു പോകുന്നതായിരിക്കണം, അതിലൊരു യുക്തി വേണം, അത് സമൂഹത്തിന് ദോഷകരമാകരുത്, പിന്നെ രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങൾക്ക് എതിരാവാനും പാടില്ല. ഇതുവരെ നമ്മൾ സംസാരിച്ചത് പുരാതന കാലത്തെക്കുറിച്ചാണ്. ഇനി കഥയുടെ ഗതി മാറുകയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതോടെയും പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടെയും ഹിന്ദു നിയമത്തിന്റെ ഉറവിടങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു. പുതിയ കാലത്തിന് പുതിയ നിയമങ്ങൾ വന്നു തുടങ്ങി. ബ്രിട്ടീഷുകാർ പ്രധാനമായും 2 പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു. ഒന്ന്, നീതി, ന്യായം, ശുദ്ധ മനസ്സാക്ഷി. അതായത് പഴയ നിയമങ്ങളിൽ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി ഒന്നും പറയുന്നില്ലെങ്കിൽ ജഡ്ജിക്ക് തന്റെ യുക്തിയും ന്യായബോധവും ഉപയോഗിച്ച് ഒരു തീരുമാനമെടുക്കാം. രണ്ടാമത്തേത്, മുൻവിധികൾ. അതായത് ഒരു കേസിൽ ഉയർന്ന കോടതി ഒരു തീരുമാനമെടുത്താൽ പിന്നീട് വരുന്ന അതേപോലെയുള്ള കേസുകൾക്കും ആ വിധി ബാധകമാകും. ഇതിനെയാണ് നമ്മളിന്ന് കേസ് ലോ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് നിയമത്തിന്റെ ഏറ്റവും ശക്തമായ, ഏറ്റവും മോഡേണായ ഉറവിടത്തിലേക്കാണ്. വേറൊന്നുമല്ല, നമ്മുടെ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ.
ഇതിന്റെ ഒരു പവർ എത്രയുണ്ടെന്ന് വെച്ചാൽ പാർലമെന്റ് പാസാക്കുന്ന ഒരു നിയമത്തിന് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ആചാരത്തെയോ പുരാതന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു നിയമത്തെയോ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിയും. ആധുനിക ഇന്ത്യയിൽ ഹിന്ദു നിയമത്തെ മാറ്റിമറിക്കുന്നതിൽ ഈ നിയമനിർമ്മാണങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യൻ പാർലമെന്റ് ഹിന്ദു വ്യക്തി നിയമത്തെ അടിമുടി മാറ്റിയെഴുതിയ 4 സുപ്രധാന നിയമങ്ങൾ പാസാക്കി. വിവാഹം, സ്വത്തവകാശം, ദത്തെടുക്കൽ, രക്ഷാകർതൃത്വം തുടങ്ങിയ വിഷയങ്ങളിൽ കാലഹരണപ്പെട്ട പല ആചാരങ്ങളെയും ഈ നിയമങ്ങൾ ഇല്ലാതാക്കി. സ്ത്രീക്കും പുരുഷനും തുല്യനീതി ഉറപ്പാക്കാൻ ഒരു വലിയ ശ്രമം നടത്തി. അപ്പൊ കണ്ടില്ലേ, ഹിന്ദു നിയമത്തിന്റെ 6000 വർഷം നീണ്ട ആ ഒരു പരിണാമം? ദൈവത്തിന്റെ ശബ്ദമായ ശ്രുതിയിൽ തുടങ്ങി ഋഷിമാരുടെ വ്യാഖ്യാനമായ സ്മൃതിയിലൂടെയും ജനങ്ങളുടെ ജീവിതമായ ആചാരങ്ങളിലൂടെയും കടന്ന് കോടതികളുടെ വിധികളിലൂടെയും ഒടുവിൽ നമ്മുടെ പാർലമെന്റിന്റെ നിയമനിർമ്മാണത്തിലും എത്തി നിൽക്കുന്നു. ഓരോ ഘട്ടവും അടുത്തതിന് വഴിയൊരുക്കി കാലത്തിനനുസരിച്ച് ഈ നിയമവ്യവസ്ഥ സ്വയം നവീകരിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ ഈയൊരു വിശകലനം ഇവിടെ പൂർത്തിയാവുകയാണ്. പക്ഷേ ഒരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ നിർത്തുന്നത്. എല്ലാം കൃത്യമായി നിയമപുസ്തകങ്ങളിൽ എഴുതിവച്ചിരിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ പുരാതന നിയമ പാരമ്പര്യങ്ങൾക്കും ആചാരങ്ങൾക്കും ഇനിയും എന്തു പ്രസക്തിയാണുള്ളത്? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കുമെന്ന് കരുതുന്നു. കണ്ടതിന് വളരെ നന്ദി.